Hey guys, welcome back to Tapoti. ഇതൊക്കെ 2024 നവംബർ ഡിസംബർ ആ സമയത്തെ വീഡിയോസാണ്. ഗാലറി കിടക്കുന്ന കാണുമ്പോൾ ഞാൻ അങ്ങ് ഇട്ടേക്കാന്നങ്ങ് വിചാരിച്ചു. ഞങ്ങൾ ആദ്യം കോട്ടയത്തെ പെനിയിലാണ് കയറിയത്. പെനി കണ്ടാൽ പിന്നെ കയറാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അത്ര അടിപൊളിയല്ലേ. എനിക്ക് ഇവിടുത്തെ ഫേവറേറ്റ് ബിസ്കോഫും ചിക്കുവാണ്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആസ് യൂഷ്വൽ ഞാൻ ഇപ്രാവശ്യവും ഓർഡർ ചെയ്തത് ബിസ്കോഫും ചിക്കുവായിരുന്നു. റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ളതും ഇതുവരെ കഴിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പെനി പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ചിക്കും ബിസ്കോഫും മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. എനിക്കതല്ലാതെ വേറെ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റിഗ്രറ്റ് തോന്നും. ഈ കോട്ടയം പോയതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് സ്കൂളിൽ നിന്ന് ടൂറായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനും പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാനും കൂടെ ഞങ്ങൾ വെസ്റ്റ് സൈഡിലും സ്റ്റൈൽ യൂണിയനും പോയായിരുന്നു. വെസ്റ്റ് സൈഡിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ കിട്ടി, പക്ഷേ സ്റ്റൈൽ യൂണിയനിൽ പോയിട്ട് എനിക്ക് അത്ര ഒന്നും കിട്ടിയില്ല. പക്ഷേ മെൻസിന് നല്ല കളക്ഷൻ ഉണ്ട്, അല്ലാതെ എനിക്കൊന്നും കിട്ടിയില്ല. സ്കൂളിൽ നിന്ന് 2 ഡേ ട്രിപ്പായിരുന്നു. ഫോൺ കൊണ്ടുവരാൻ അലൗഡും അല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ടീച്ചേഴ്സൊക്കെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോസൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്നാന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ നിന്നും പോയി വീഡിയോസൊക്കെ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇടാം. അതെല്ലാം കഴിഞ്ഞ് വിശന്ന് തളർന്നപ്പോൾ നമ്മൾ ബെൽജിയം വാഫിളിൽ കയറി. എനിക്ക് വാഫിൾ കഴിക്കാനായിട്ട് കുറേ ദിവസമായിട്ട് നല്ല ക്രേവിങ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ അവരുടെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് റെഡ് വെൽവെറ്റ് വാഫിൾ ആണെന്നാണ്. അന്നേ അത് തന്നെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച് പറഞ്ഞു. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതിനേക്കാളും നല്ല കോഫി ഹൗസിലെ വാഫിളാണെന്നാണ് തോന്നിയത്. ഒരു വാഫിൾ കഴിച്ച് നമുക്ക് എന്താവാനാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് മലബാർ വില്ലേജിലോട്ടാണ്. അവിടെ പോയിട്ട് ക്രാക്കർ ചിക്കനും അഫ്ഗാനി റൈസും ബിരിയാണിയും പിന്നെ നൂൽ പൊറോട്ടയും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചു. എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ വീട്ടിലെത്തിയിട്ട് എനിക്ക് പിന്നെയും വിശന്നു. അതുകൊണ്ട് വാപ്പി പറഞ്ഞു പാസ്ത ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ പാസ്ത ഉണ്ടാക്കാൻ പോകുന്നു നമ്മൾ. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടെ റെസിപ്പി പറയാവേ. ഓയിൽ ഒഴിച്ച് അതിലേക്ക് ചോപ്പ് ചെയ്ത ഒനിയനും ഗാർലിക്കും കൂടി ഇട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കാം. നോട്ട് പോയി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വൈറ്റ് സോസ് പാസ്ത അല്ല, ടൊമാറ്റോ ഫ്ലേവേർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒന്ന് സോർട്ടായി വന്നപ്പോഴത്തേക്കിനും കുറച്ച് ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്നും എനിക്കറിയത്തില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനങ്ങ് ചേർത്തോ. അതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് മുളക് പൊടിയും പിന്നെ ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കാം. എപ്പോഴും ഞാൻ ഉണ്ടാക്കിപ്പിക്കുന്നത് വൈറ്റ് സോസ് പാസ്തയാണ്, പക്ഷേ ഇപ്രാവശ്യം ഈ ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അടിപൊളിയായിരുന്നു. ഇതെല്ലാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വാപ്പി ഇതുണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ഇതിന് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഇത് ഒന്നുമല്ല, വേറെ എന്തൊക്കെയോ ആണ്. അതൊന്നും എനിക്കറിയത്തില്ല എന്താണെന്ന്. നമ്മളിവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇനിയും കുറേ വീഡിയോസ് ഉണ്ടെന്ന് തോന്നുന്നു ഈ നവംബറിലെയും ഡിസംബറിലെയും ഒക്കെ. അതൊക്കെ ഞാൻ എപ്പോൾ ഇട്ട് തീരുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന വീഡിയോസും ഉണ്ട്. അപ്പം എല്ലാം ഇട്ട് തീരും. എല്ലാം എഡിറ്റ് ചെയ്യാൻ എനിക്ക് മടിയാണ്, അതാണ് മെയിൻ റീസൺ. അത് കഴിഞ്ഞ് വേവിച്ച് വെച്ച പാസ്ത അഥവാ മക്രോണി നമുക്ക് ഇതിലേക്ക് ഇടാം. ഇവിടെ നല്ല മഴയാണ്, അതാ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. പാസ്ത ആഡ് ചെയ്തതിന് ശേഷം ഈ സോസും അതും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്തത് മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസ് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇത്രേ ഉള്ളൂ നമ്മുടെ ചെറിയ തട്ടിക്കൂട്ടിയ സിമ്പിൾ പാസ്ത. ഇനി എങ്ങനെയാണ് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ബോളിനകത്ത് അതൊക്കെ എടുത്തിട്ട് കഴിഞ്ഞ് അത് പ്ലേറ്റിലേക്ക് മറിച്ച് ചിരട്ട ഷേപ്പിലൊക്കെ ആക്കി കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.